പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഏശയ്യ 48 അധ്യായം 10-11 തിരുവചനങ്ങളാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്കു വേണ്ടി, അതെ, എനിക്കു വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. ഏശയ്യ പ്രവാചകനിലൂടെ കർത്താവ് അരുളിച്ചെയ്യുകയാണ്, കഷ്ടതയുടെ ചൂളയിലൂടെ നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും കർത്താവിൻ്റെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് കർത്താവ് അങ്ങനെ ചെയ്യുന്നത്. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും കർത്താവ് നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അവസാന നാളുകളിൽ തൻ്റെ പുത്രനായ യേശു വഴി ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. റോമ 8:28 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അപ്പസ്തോല പ്രവർത്തനം 17:27 ഇത് അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. നമുക്ക് വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളും പ്രതിസന്ധികളും വേദനകളും എല്ലാം ഉണ്ടാകുന്നത് പലപ്പോഴും നാം ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നമുക്ക് ദൈവം അനുവദിക്കുന്നത്. എന്തെല്ലാം സഹനങ്ങൾ ഉണ്ടായാലും അവയെല്ലാം നമ്മുടെ നന്മയ്ക്കായി ദൈവം മാറ്റും എന്നുള്ളത് ഉറപ്പാണ്. 1 പത്രോസ് 2:21 തിരുവചനം പറയുന്നു, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. യേശു നമ്മോട് പറയുന്നത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. നാം ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു അനുഭവമാണ് സഹനം. ശാരീരിക സഹനമായാലും മാനസിക സഹനമായാലും സഹനം നമുക്ക് തരുന്നത് വേദനയാണ്. അതുകൊണ്ടാണ് സഹനത്തെ നാം ഇഷ്ടപ്പെടാത്തത്. അപ്രതീക്ഷിതമായ മരണങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, അല്ലെങ്കിൽ അവഗണനകൾ, അങ്ങനെ ഒറ്റപ്പെടുത്തലുകൾ, ഇവയെല്ലാം നമുക്ക് സഹനങ്ങളായി മാറാറുണ്ട്. എബ്രായർ 13:8 തിരുവചനം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. നമ്മുടെ ഇന്നലത്തെ അവസ്ഥയും നമുക്ക് വരാനിരിക്കുന്ന അവസ്ഥകളും യേശു കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നമ്മുടെ പ്രയാസങ്ങളെ മാറ്റിത്തരുവാൻ ദൈവത്തിന് സാധിക്കും. കാരണം ദൈവത്തിന് അസാധ്യമായി യാതൊന്നും ഇല്ല. നമ്മുടെ ഓരോ സഹനത്തിൻ്റെ പിന്നിലും ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. അത് നമ്മുടെ ഉള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമുക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത്. ദൈവത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ ആത്മാക്കളെ രക്ഷിച്ചെടുക്കുക എന്നതാണ്. നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ ആത്മാക്കളെ രക്ഷിച്ച് യേശുവിൻ്റേതാക്കി മാറ്റുക എന്നുള്ളതാണ് യേശുവിൻ്റെ ലക്ഷ്യം. തിരുവചനം നമ്മോട് പറയുന്നുണ്ട്, നമ്മുടെ ആത്മാക്കളെ അസൂയയോടെയാണ് കർത്താവ് അഭിലഷിക്കുന്നത് എന്ന്. നമ്മെ എല്ലാവരെയും ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റുവാനാണ് സഹനങ്ങൾ യേശുനാഥൻ അനുവദിക്കുന്നത്. എല്ലാം നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റുകയും ചെയ്യും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.